ഒന്നുള്ളത് ഒടിയൻ മാണിക്കന്റെ നാട്ടിലാണ്, തെങ്കുരിശി. ഖസാക്കിന്റെ ഇതിഹാസകാരൻ ശ്രീ OV വിജയൻ ജനിച്ചത് ഇതിനടുത്ത് വിളയൻചാത്തന്നൂരാണ്. നെൽവയലുകൾ അങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന മനോഹരമായ കാഴ്ച കണ്ണിനും മനസ്സിനും സന്തോഷം പകരുന്നു. വൃത്തിയും ശുചിത്വവും നിറഞ്ഞ പാതകൾ, ഇടറോഡുകളിൽ ഒരേ മാതൃകയിൽ പേര് നൽകിയിരിക്കുന്ന ബോർഡുകൾ എല്ലാം തെങ്കുരിശിയെ വ്യത്യസ്തമാക്കുന്നു. ഇത്തരത്തിൽ പേര് നൽകാത്ത ഒരിടറോഡും തെങ്കുരിശിയിൽ ഇല്ല എന്ന് തന്നെ പറയാം. സംഘകാല കൃതികളിൽ പ്രതിപാദിക്കുന്ന ഐന്തിണകൾ പ്രകാരം കുറിഞ്ചി അഥവാ കുരിശി എന്ന് പറയുന്നത് മലയുടെ താഴ്വരയിലുള്ള സ്ഥലങ്ങളാണ്. തെൻ എന്നാൽ തെക്കൻ എന്നാണ് മനസ്സിലാക്കേണ്ടത്. അങ്ങനെ പാലക്കാട് ജില്ലയുടെ തെക്ക് ഭാഗത്തുള്ള കുറച്ച് പ്രദേശമാണ് തെൻകുരിശിയായത് എന്ന് പറയപ്പെടുന്നു. പല കൃഷിയിടങ്ങളിലും ഗ്രാമവാസികൾ ഒന്നിച്ച് കൃഷി ചെയ്ത് ലാഭം പങ്കുവെക്കുന്ന സമ്പ്രദായമായ കോച്ച് കൃഷി പരീക്ഷിച്ചു നോക്കുന്നു. ഇത്തരത്തിൽ കോച്ച് കൃഷി പരീക്ഷിച്ചു നോക്കിയ ആദ്യകാല ഗ്രാമങ്ങളിൽ ഒന്നാണ് തെങ്കുരിശി. 1964 ജനുവരി 4 തെങ്കുരിശി പഞ്ചായത്ത് രൂപീകരിക്കപ്പെടുന്നത്. കുഴൽമന്ദത്തേക്കും പാലക്കാട്ടേക്കും കണ്ണാടിക്കും പലശനിക്കും പെരുവേമ്പയ്ക്കും എന്തിന് പൊള്ളാച്ചിക്ക് വരെ ഇവിടെ നിന്ന് ഈസി ആക്സസ് ആണ്. മെഗാലിത് കാലഘട്ടത്തിലെ ബാക്കി പത്രങ്ങളായ നന്നങ്ങാടികളും കുടക്കല്ലുകളും ഒക്കെ ഇവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട്. മലയാളത്തിന്റെ സൂപ്പർ സ്റ്റാർ വിവാഹിതനായത് തെങ്കുരിശിയിലെ പ്രശസ്തമായ 8കെട്ടായ കണ്ടോത്ത് തറവാട്ടിലാണ്. ഇന്നിത് ഒരു ആഡംബര പൈതൃക കേന്ദ്രമാണ്. പഴമയുടെ കയ്യൊപ്പുള്ള തനതായ കേരള പാരമ്പര്യം അനുഭവിച്ചറിയാൻ വിദേശികൾ ഉൾപ്പെടെ ഇവിടെ എത്തിച്ചേരുന്നു. അപ്പൊ ശരി, പിന്നെ പാക്കലാം.